ഇപ്പോൾ അദ്ദേഹം സിനിമാ നടൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പോൾ സിനിമയ്ക്കൊക്കെ വളരെ ആള് കുറവാണ്, തിയേറ്ററിലൊക്കെ വളരെ ആള് കുറവാണ് കഴിഞ്ഞ ഒരു 4 കൊല്ലമായിട്ട്. കാരണം വാർത്താ ചാനൽസിൻ്റെ റേറ്റിംഗ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 4 കൊല്ലമായിട്ട് സംഭവ ബഹുലമായ ഒരു ഭരണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. പണ്ടൊക്കെ ഒരാഴ്ച ഒരു മാസമൊക്കെ ആകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയൊരു വെടി പൊട്ടുന്നത്. ഇത് നിമിഷങ്ങൾ. ഈ മിനിറ്റിൽ നടക്കുന്നതല്ല അടുത്ത മിനിറ്റിൽ നടക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും? ഇയാൾ പിടിക്കപ്പെടുമോ? ഇയാളെ അറസ്റ്റ് ചെയ്യുമോ? ഇയാൾ ഊരുമോ? പിന്നെയും പിടിക്കപ്പെടുമോ? ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാ ചേരുവകളുമുള്ള ഒരു സ്റ്റണ്ട് പടത്തിൻ്റെ ആ ഒരു രീതിയാണ് എല്ലാ വാർത്താ ചാനലുകളും ഇപ്പോൾ കാണുന്നത്. ശരിക്കും 1-2 വാർത്താ ചാനലുകളുടെ പ്രൊപ്പറേറ്റർമാരെ എൻ്റെ ഫ്രണ്ട്സാണ്. അത് തുടങ്ങുമ്പോൾ അവരെല്ലാവരും തന്നെ ആശങ്കയിലായിരുന്നു. ഈ കൊച്ചു കേരളത്തിൽ ഒരു വാർത്താ ചാനൽ കലാപരിപാടികളൊന്നുമില്ലാതെ, സീരിയലില്ലാതെ, സിനിമയില്ലാതെ വാർത്ത മാത്രം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇത് പൂട്ടിപ്പോകുമോ? അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് എല്ലാ വാർത്തകളും അതനുസരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി മാത്രമേ അവർക്കുള്ളൂ. രാവിലെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഇപ്പോൾ വാർത്താ ചാനൽസിൻ്റെ പ്രവർത്തകരാണ്. അവർ ഓടി നടക്കുകയാണ്. പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ സിനിമ, പണ്ട് സിനിമ ഇവർ വിടത്തില്ല, സിനിമയുടെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോലും ഇവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അവർ നമ്മുടെ അടുത്ത് വിളിച്ച് ഖേദവും മാപ്പും പറയുകയാണ്. കാര്യം ഞങ്ങൾ വിചാരിച്ച് ഇന്ന് രാജി വെക്കുമെന്ന്, വെച്ചില്ല. വെക്കുവാണെങ്കിൽ അത് കയ്യോടെ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞ് പോയതാണ്. ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി, ഇടതുപക്ഷം എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന് സാധാരണക്കാരൻ, ഏറ്റവും സാധാരണക്കാർ പോലും ചിന്തിക്കേണ്ട, സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അദ്ദേഹം എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു. ആ ഒരു ചെറിയ സംഭവം കൂടെ ഞാൻ പറയാം. ഒരു 10 കൊല്ലം മുമ്പ് ഒരു ദിവസം ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി പെട്ടിയൊക്കെ ആയിട്ട് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛനും 1-2 സുഹൃത്തുക്കളും കൂടെ അവിടെ പുറത്ത് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഷൂട്ടിങ്ങിന് പോവുകയാണോ? അപ്പോൾ ഞാൻ കാറിലോട്ട് കയറാൻ പോയപ്പോൾ പറഞ്ഞു, ഷൂട്ടിങ്ങിന് പോവുകയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അച്ഛാ, ഞാൻ ഡൽഹിയിൽ പോവുകയാണ്. എന്തിനാണ് നീ ഡൽഹിയിൽ പോകുന്നത്? അവിടെ ആണോ ഷൂട്ടിംഗ്? അല്ല, എന്നെ അവിടുത്തെ മലയാളി അസോസിയേഷൻ അവരുടെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പേപ്പർ മടക്കി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഡൽഹി വരെ പോവുകയാണെങ്കിൽ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ 10-60 കൊല്ലം കഴിഞ്ഞ് കാണും. അന്ന് നടന്ന ഒരു ചെറിയ സംഭവമാണ്. പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകം ഡൽഹിയിൽ അവതരിപ്പിക്കുന്നു. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അത് കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും KPSCയുടെ ഒരു നാടകം എനിക്ക് കാണണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഒരു നാടക ട്രൂപ്പ്. ലോകത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിൻ്റെ ഒരു പ്രധാന കണ്ണി അവിടുത്തെ നാടകവും കലാകാരന്മാരുമാണ്. അപ്പോൾ അത്ര ശക്തമായ ഒരു നാടകം എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നു. നാടകം കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എല്ലാവരെയും സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് അനുമോദിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗ്രീൻ റൂമിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു, സ്ത്രീകളുടെ. മറ്റൊന്നുമല്ല, അവിടെ എല്ലാവരും സാധാരണ ആൾക്കാരായിട്ടാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. എല്ലാവരും വളരെ പാവപ്പെട്ട ആൾക്കാരുടെ വേഷങ്ങളാണ്. ഇവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം വലിയ കൂടുതലൊന്നുമില്ല. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു നടി, അവർക്ക് എത്ര സ്വർണം ആ കാലഘട്ടത്തിൽ കാണുമെന്നറിയാമെങ്കിലും ഉള്ളതെല്ലാം രാത്രിയും പകലുമെല്ലാം ഇങ്ങനെ സഞ്ചരിക്കുകയും അഭിനയിക്കുകയും ഉറക്കമൊഴിക്കുകയൊക്കെ ചെയ്യുന്ന ആ കാശ് വെച്ച് മേടിച്ച അവരുടെ സ്വർണ്ണാഭരണങ്ങൾ അവിടെ ഗ്രീൻ റൂമിൽ വളരെ ഭദ്രമായി വെച്ചത് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. അതിൻ്റെ നിലവിളിയാണ് അവിടെ കേട്ടത്. അപ്പോൾ അച്ഛനിത് പറഞ്ഞപ്പോൾ അമ്മ അകത്ത് നിന്ന് പറഞ്ഞു, അവിടെ ഒരു തിരുത്തുണ്ട്, ഇവിടെ എല്ലാവരുടെയും ഒന്നുമല്ല, എൻ്റെ മാത്രമാണ് പോയത്. ബാക്കിയുള്ളവർക്ക് സ്വർണ്ണാഭരണം ഒന്നും വെച്ചില്ല, എൻ്റെ മാത്രമാണ് പോയത്.
ഇപ്പോൾ നമുക്കിപ്പം KPSC സുലോചന ചേച്ചിയോ സുധർമ്മ ചേച്ചിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്ന അതങ്ങോട്ട് ഇരിക്കട്ടെ. അത് പോയി എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രധാനമന്ത്രി അവരെ പിടിക്കൂ. അപ്പോൾ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പട്ടാള ഉദ്യോഗസ്ഥന്മാരും അച്ഛനോട് പറഞ്ഞു 24 മണിക്കൂറിനകം ഞങ്ങൾ കള്ളനെ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞു. അത് ഇതുവരെ ഒന്നും ആയില്ല, എന്തെങ്കിലും ആയോ എന്ന് നീ ഒന്ന് അന്വേഷിക്കണം. ഇക്കാലം അത്രയും നമ്മുടെ രാജ്യം ഭരിച്ചു, നമ്മളെ മാറി ഇടയ്ക്ക് BJPയും ഭരിച്ചു. എന്നാൽ പോലും ഈ നാട്ടിലെ ഒരു കലാകാരന്റെ അധ്വാനിക്കുന്ന ഒരു കലാകാരന്റെ കുറച്ച് സ്വർണം പോയത് കണ്ടുപിടിക്കാൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആൾക്കാരും വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. തിരിച്ചു വന്നപ്പോൾ അച്ഛനും അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ വെളിയിലിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ അന്വേഷിച്ചു. അപ്പൊ അവര് പറയുന്നത് ഇങ്ങനെ എടിപിടി എന്നൊക്കെ വന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല 1-2 ആൾക്കാർ ഹരിയാനയിലും ബീഹാറിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവരൊക്കെ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരിക്കുകയും ചെയ്തു. എന്നാലും അവരന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതെന്ന്. അപ്പൊ അടുത്തിരുന്ന അച്ഛൻ്റെ സുഹൃത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് പറഞ്ഞു, പ്രായം ചെന്ന ഒരാളാണ്, പറഞ്ഞു ഇത് നെഹ്റുവിന്റെ കൂടെ വന്നവർ തന്നെ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനൊന്നും അവര് കൂടെ വന്നവരൊന്നും എടുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ പിടിച്ചാൽ എന്ത് വരും? ഇപ്പൊ അത് ഞാൻ കൂട്ടി യോജിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അഴിമതി നടത്തിക്കഴിഞ്ഞാൽ അത് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞാൽ പോലും പിടിക്കാൻ പറ്റുന്നില്ല. കാര്യം പിടിക്കപ്പെടേണ്ടത് ഇവരെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് കള്ളം കപ്പലിൽ തന്നെ എന്നുള്ള പഴഞ്ചൊല്ലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആരെയാണ് പിടിക്കുന്നത്? ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അയാൾ പറയുമെന്നാണ് പറയുന്നത്. എന്നെ ഒന്ന് പിടി, ഞാൻ കാണിച്ചു തരാം, മറ്റേതും അവിടെ പോയതും എല്ലാം കൂടെ ഞാൻ വെച്ച് കാച്ചും, ഇത്രാം തീയതിക്കകം കാച്ചും, തീയതിയൊക്കെ പറയും. എന്നിട്ട് ആ ദിവസം എന്തെങ്കിലും ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ തീയതി ഒന്നുകൂടെ മാറ്റും. 21-ാം തീയതി വരെ സമയം തരുന്നു. മറ്റേ കാസർഗോഡ് നടന്ന കാര്യങ്ങളും ഇവിടെ നടന്ന കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ കാച്ചും. പിന്നെ എങ്ങനെയാണ് ഈ ചാനലുകാർ ഉറങ്ങുന്നത്? ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. 21-ാം തീയതി പറയുമായിരിക്കും. എവിടെ പറയാതെ വിലപേശലിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. അവിടെയൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. അവരുടെ വലിയ നേതാവ് സോണിയാഗാന്ധി തന്നെ പറഞ്ഞത്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യത്തെ ഏക ആൾക്കാർ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞത്. അത് 100% സത്യമാണ്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു ദിവസമാണ്, ഒരു നിമിഷമാണ്. ഈ സമ്മേളനം ഏറ്റവും വലിയ ആകട്ടെ എന്നും അതിന്റെ പ്രസക്തി എല്ലാ ആൾക്കാരും മനസ്സിലാക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.